ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ചൈനക്കാരുടെ ഒരു മണി ലൂട്ടിംഗ് മെഷീനെ പറ്റിയാണ്. ഇതാണ് ആ മെഷീൻ. അതായത് HDMI എക്സ്റ്റൻഡറാണ്, 200 മീറ്റർ കിട്ടുന്ന HDMI എക്സ്റ്റൻഡർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000-ഓളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഞാനിടുന്ന വീഡിയോസ് കണ്ടിട്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ 10 പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല ആ വീഡിയോ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴും ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കാതെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നതിന് യാതൊരു മടിയില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇനി മുതൽ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു HDMI എക്സ്റ്റൻഡറാണ്. ഈ സാധനം ഞാൻ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം റിസ്കിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഈ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുക. കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇത്. അപ്പോൾ ഈ ഒരു ഡിവൈസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു Cat 6 കേബിൾ ഇട്ട് കഴിഞ്ഞാൽ 200 മീറ്ററോളം ദൂരത്തേക്ക് നമുക്ക് നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് മാത്രമല്ല, ആ 200 മീറ്റർ ദൂരെ ഇരുന്ന് മൗസ് മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു കാര്യം എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസ് വർക്ക് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ 200 മീറ്റർ ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ക്യാബിനിൽ നമ്മൾ വെച്ചേക്കണമെന്ന് വിചാരിച്ചോ, അവിടെ ഇരിക്കുന്ന സമയത്ത് ആ സെക്യൂരിറ്റിക്ക് കഴിഞ്ഞു പോയ കാര്യം ഒന്ന് പ്ലേ ബാക്ക് എടുത്ത് നോക്കാൻ പറ്റും. മൗസും കൂടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ആ സിംഗിൾ കേബിളിലൂടെ തന്നെ. അപ്പോൾ നമ്മുടെ ആ പഴയ വീഡിയോയുടെ താഴെയായിട്ട് ഒപ്റ്റിക്കൽ കേബിൾ HDMI ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ കേബിൾ HDMI യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന മോണിറ്ററിൻ്റെ വീഡിയോ നമുക്ക് അത്രയും ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരിക്കലും മൗസ് കാര്യങ്ങളൊന്നും അനക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളിൽ വർക്ക് ചെയ്യുന്ന KVM സ്വിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അതിന് വാറണ്ടി ഗ്യാരണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന് അന്നേരം അത്രയും വിലയുണ്ട്, 12,000 രൂപയോളം വിലയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് വേറൊരു പകരക്കാരൻ നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതിന് ഈ ഒരു സാധനത്തിന് പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം എടുത്ത് വെച്ചിട്ട് ബോഡി മാത്രം മാറ്റിയിട്ട് വരുന്ന പകരക്കാരന്മാർ മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സാധനം ഉണ്ടാക്കണ 1-2 കമ്പനിക്കാർ മാത്രമേ ചിലപ്പോൾ കണ്ടെന്ന് വരുള്ളൂ. ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കമൻറ്റുകൾ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുള്ള കമൻറ്റുകളാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും ചില ആളുകളെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടേക്കാം, നീ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഈ സാധനം പോയി പർച്ചേസ് ചെയ്ത്, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി നെഗറ്റീവ് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചേക്കാം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പ്രോഡക്റ്റിന് 7,000 രൂപ അല്ലെങ്കിൽ 7,500 രൂപയുടെ വിലയുണ്ട്. അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു സാധനം സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വാറണ്ടി ഗ്യാരണ്ടി ഇല്ലാതെ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതും സംഭവിച്ചു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും വിലയുള്ളൊരു സാധനം ഇപ്പോൾ നമുക്ക് 1000 രൂപയുടെ സാധനത്തിന് വരെ സർവീസ് സെൻ്റർ ഉണ്ട്. ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഒരു സർവീസ് സെൻറ്റർ ഇല്ല? DVRന് പോലും ഇത്രയും വിലയില്ല. എന്നിട്ട് ആ DVRന് അവർ 2 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, അതിന് സർവീസ് സെൻറ്ററും ഉണ്ട്. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും അത് പിന്നെയും സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം വിൽക്കുന്ന ആൾക്കാർ എന്തായാലും ഇതിൻ്റെ ഒരു സർവീസ് സെൻറ്ററും കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു ഡിവൈസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പെർസെൻറ്റേജ് ആളുകൾക്കാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. വെച്ചിട്ടുള്ള ആൾക്കാരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡിവൈസ് ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു ദിവസത്തിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആയേക്കാം. എന്തായാലും ഇതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പലർക്കും കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നന്ദകുമാർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ പഴയ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമൻറ്റാണ്, ആഫ്റ്റർ 6 or 8 months ദിസ് ഡിവൈസ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. ഐ ഗോട്ട് പ്രോബ്ലം, ഐ ഹാവ് ടെസ്റ്റഡ്. അപ്പോൾ ഐ ഓൾസോ ടെസ്റ്റഡ്, ഐ ഗോട്ട് പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുക്കുന്ന ആളുകൾ ഇതൊക്കെ കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുക എന്നുള്ളൊരു അവയർനെസ് വീഡിയോ മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാതെ ഒരാളുടെ ബിസിനസ് തകർക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതുപോലെ പണി കിട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ പണി കിട്ടിയ ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.